കുഴൽനാടൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ ആദ്യം മുതൽ തന്നെ ഈ എക്സാലോജിക്കിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും അതിനെതിരെ രംഗത്തെത്തിയതും താങ്കളാണല്ലോ. ഇപ്പോൾ ഈ പിടി വീഴുമോ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ അത് രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണം എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. എന്താണ് പ്രതികരണം? അല്ല, CPM ഇങ്ങനെ ആയിരുന്നില്ല ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാം സുതാര്യമാണെന്നും എല്ലാം കറക്റ്റാണെന്നും ഒന്നും എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്നും പിന്നീട് ഒരു വാദം പറഞ്ഞത് അവർക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കാത്തതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ഏറ്റവും ഒടുവിലായി വീണയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വാദം എന്ന് പറയുന്ന അവരുടെ ഭാഗം കേൾക്കാതെയാണ്. ഇപ്പോ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണയോട് വിശദീകരണം ചോദിക്കുകയും വീണ വിശദീകരണം നൽകാതിരിക്കുകയോ വേണ്ടത്ര രേഖകളോ വിവരങ്ങളോ നൽകാൻ സാധിക്കാതെ വരികയോ ചെയ്ത പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് 210 പ്രകാരം ഉള്ള അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോഴവർ മാറ്റി പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഇത് കാണിക്കുന്നത് കള്ളൻ തൊണ്ടിയോടുകൂടി പിടിക്കപ്പെട്ടപ്പോ ഈ കളവ് നടത്തിയതല്ല എന്ന് പറഞ്ഞ് ഒച്ചയിടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പറഞ്ഞ പോലെയാണ്. കാരണം വീണയുടെ ഭാഗം കേൾക്കാത്തതുകൊണ്ടാണ് പറയാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ കട്ട മുതലല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു. അതിനുള്ള അവസരം ചോദിച്ചപ്പോ ഇപ്പോ എന്നെ തല്ലുന്ന എന്ന് പറഞ്ഞ് കൂകി വിളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കൂകി വിളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ്, CBI ആണ്. അപ്പോൾ സ്വന്തം മകൾക്കെതിരെ ഇതുപോലെ രാഷ്ട്രീയ പ്രേരിതമായി ED, CBI അല്ലെങ്കിൽ ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ നടന്ന കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന അച്ഛനെ എന്തായാലും നമ്മൾ കണ്ടില്ലേ? ഇതെല്ലാം ചേർത്ത് വായിക്കുന്ന മലയാളിക്ക് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാവില്ല. എല്ലാവരും സാമാന്യ ബോധമുള്ള ആളുകളാണല്ലോ ഈ നാട്ടിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് CPM-ന്റെ ഡിഫൻസ് അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. അല്ല, CPM സ്വാഭാവികമായി താങ്കൾ സൂചിപ്പിച്ച പോലെ ഇത് ഇത്തരത്തിലൊരു നിലപാടെടുത്തേ മതിയാകൂ. കാരണം ആദ്യം മുതൽ തന്നെ അത് അവരുടെ ഒരു നിർണായകമായൊരു ഇഷ്യൂ ആയി മാറുകയും ചെയ്തു. താങ്കൾ ആരോപണം ഉന്നയിച്ചപ്പോഴൊക്കെ അതിശക്തമായ ഭാഷയിൽ അത് സഭയിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രത്യാരോപണങ്ങൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കിയതിൻ്റെ രേഖകളില്ല, ഒരു പരസ്യം നൽകിയതിൻ്റെ കരാറില്ല, അങ്ങനെ ഒരു തരത്തിലും ഈ എക്സാലോജി കമ്പനിയും CMR-ലും തമ്മിലുള്ള ഈ ഒരു സേവനം നൽകിയ സംബന്ധിച്ചുള്ള ഒരു വിവരവും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ അന്ധമായിട്ട് അങ്ങനെ ഒരു പിന്തുണ നൽകാൻ പ്രത്യേകിച്ചും ഒരു ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് കഴിയുമോ മാത്യു കുഴൽനാടൻ? അല്ല, അതവർ ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് പിണറായി വിജയന്റെ മുമ്പിൽ അവസാനിച്ച് നിൽക്കാൻ കഴിയുന്ന നേതാക്കൾ മാത്രമേ CPM-ലുള്ളൂ. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മകളുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം നിന്ന് ചുണ്ടനക്കാൻ ശേഷിയുള്ള നേതാക്കന്മാര് ഇല്ല എന്നതുകൊണ്ടാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ വലിയ അഴിമതിക്കും കൊള്ളയ്ക്കും ചൂട്ടുപിടിച്ചും കുടപിടിച്ചും വെഞ്ചാമരം വീശിയും ഇവരിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത് സത്യത്തില്. അതല്ലാതെ ഇത് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊടുത്താൽ വീണ്ടും കുഴപ്പത്തിലാവും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കുഴപ്പത്തിലാവും ഉള്ള രേഖകൾ കൊടുത്താൽ എന്നതുകൊണ്ടാണ് വീണ വിജയൻ രേഖകൾ കൊടുക്കാത്തതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ കുരുക്കുകളിലേക്ക് നീങ്ങും. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊന്നും അല്ല ഇതിന്റെ അകത്ത് വിഷയം. ഇതിന്റെ അകത്ത് GST എന്ന് പറയുന്നതോ കമ്പനി ലോസിന്റെ വയലേഷൻ എന്ന് പറയുന്നതോ മറ്റു കാര്യങ്ങളോ ഒക്കെ സൈഡ് ഡിഷസ് മാത്രമാണ്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്ന അഴിമതിയാണ്, കറപ്ഷനാണ്. കോടാനുകോടി രൂപയുടെ അഴിമതി കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങി മുഖ്യമന്ത്രിയുടെ മകൾ, മുഖ്യമന്ത്രിയുടെ കുടുംബം, മുഖ്യമന്ത്രി നേരിട്ട് അതിൽ പങ്കാളിയായ ആ അഴിമതിയുടെ കാര്യത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അതിൽ നിന്നും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള നിരവധി പരിശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ യഥാർത്ഥ പോയിന്റിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഈ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ന്യൂസ് 18 പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ROCക്ക് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യമില്ല, അവർക്ക് ഇവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ്. അതിലൊരു വ്യക്തത വരുത്താമോ? അല്ല, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ROC കമ്പനീസ് ആക്ട് പ്രകാരം ROCക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉള്ള നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനേ കഴിയൂ. നമ്മളിവിടെ പറഞ്ഞ അഴിമതിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വശങ്ങളിലേക്കോ കടക്കാനുള്ള അധികാരമോ മാൻഡേറ്റോ ROCക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. പക്ഷെ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ തന്നെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു കടലാസ് കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മറ്റ് ഉദ്ദേശങ്ങളോടുകൂടി സുതാര്യതയില്ലാതെ പ്രവർത്തിക്കുന്നതാണെന്ന് അതിനു വേണ്ടിയിട്ടാണ് കമ്പനി നിയമങ്ങളുള്ളത്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അത് ദുരുപയോഗപ്പെടുത്തി
മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കരുത് അല്ലെങ്കിൽ അതുണ്ടാക്കരുത് എന്നുകൊണ്ടാണ് കമ്പനി നിയമമുള്ളത്. ആ കമ്പനി നിയമത്തിന്റെ വ്യവസ്ഥകളിൽ വ്യാപകമായ ലംഘനവും ക്രമക്കേടും നടന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ മാൻഡേറ്റ് ആ നിയമങ്ങൾ ലംഘിച്ചതിനുള്ള ഫൈനും ശിക്ഷയും ഒക്കെ ശുപാർശ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ മുമ്പിൽ വന്ന വസ്തുതകൾ പരിശോധിക്കുമ്പോൾ CBIയോ EDയോ അന്വേഷിക്കാൻ തക്ക കേസാണെന്നുള്ള ഒരു ഒപ്പീനിയൻ, ഒരു അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ അവർ ചെയ്യുന്നു. അതേ അവർക്ക് ചെയ്യാൻ കഴിയും. അല്ലാണ്ട് അവർക്ക് CBI അന്വേഷണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ED അന്വേഷണം ഏർപ്പെടുത്താനുള്ള മാൻഡേറ്റ് ഇല്ല എന്നൊക്കെ പാലം പറഞ്ഞ് ശരിയാണ്. അല്ല, ഈ അങ്ങനത്തെ ഒരു അന്വേഷണ പരിധിയിൽ ROCക്ക് അതിന് സാധ്യതയില്ല എങ്കിൽ ഈ രേഖകളൊക്കെ ഹാജരാക്കേണ്ട സാഹചര്യം എക്സാലോജിക്കിനുണ്ടായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊട്ടു മുമ്പ് ഈ AK ബാലൻ പറഞ്ഞത് എന്ത് രേഖ വേണമെങ്കിലും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഹാജരാക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. ശ്രീ മാത്യു കല്ലാണ് കേട്ടോ.